പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യെശയ്യാവ് 60:1-2 വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിൻ്റെ മേൽ യഹോവ ഉദിക്കും. പ്രിയ ദൈവമക്കളെ, യേശുപ്പച്ചൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നമ്മൾ മാത്രമല്ല ജീവൻ്റെ പുതുക്കത്തിലും പ്രകാശത്തിലും നടക്കേണ്ടത്. നാം ആയിരിക്കുന്ന ദേശത്ത് ചുറ്റുപാടിൽ നമ്മൾ എല്ലായിടത്തും കൂരിട്ടിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ജാതികൾ, അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരെ വിടുവിച്ചെടുക്കേണ്ട കടമ നമ്മെ ഓരോരുത്തരും യേശു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ഈ പ്രകാശത്തിലേക്ക് വരണം, ഈ സത്യത്തിലേക്ക് വരണം. നാം എഴുന്നേറ്റ് പ്രകാശിച്ചെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ദേശത്തിൻ്റെ കാവൽക്കാരാക്കി നമ്മെ വെച്ചിരിക്കുന്നു. ദേശത്ത് അന്ധകാരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കറിയാം. മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം, പിടിച്ചുപറി, കൊല എല്ലാം നടക്കുന്നുണ്ട്. നാം ആയിരിക്കുന്ന അവസ്ഥയെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർക്ക് ആശ്വാസമാകണം, അവർക്ക് അനുഗ്രഹമാകണം. അതായില്ല എങ്കിൽ അവരുടെ രക്തത്തിൻ്റെ വില, അവർ ആ പാപത്തിൽ നശിച്ചു പോകുമ്പോൾ അവരുടെ രക്തത്തിൻ്റെ വില നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ജാതികൾ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് വരും, രാജാക്കന്മാർ ദൈവത്തിൻ്റെ ഉദയശോഭയിലേക്ക് വരും. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിച്ചെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഈ ദിനങ്ങളിൽ അഭിഷേകത്തിൻ്റെ ശക്തിയോട് ദൈവപൈതങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദേശത്തെ അന്ധകാര ശക്തി എല്ലാം വിട്ടുപോകും. ദേശം അനുഗ്രഹിക്കപ്പെടും. നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ, പൂർത്തീകരിക്കാൻ നമ്മുടെ കർത്താവായ യേശുപ്പച്ചൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.